നടിയെ ആക്രമിക്കുന്നതിന് മുൻപ് പൾസർ സുനി നിരന്തരം ബന്ധപ്പെട്ടിരുന്ന 4 ഫോൺ നമ്പറുകളുമായി ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിക്ക് ബന്ധം. പോലീസ് ഇക്കാര്യം തിരിച്ചറിഞ്ഞു. തന്റെ നമ്പറിൽ നിന്ന് വിളിച്ചത് ദിലീപാണ് എന്ന് അപ്പുണ്ണി മൊഴി നൽകിയതായാണ് സൂചന. പൾസർ സുനി നിരന്തരമായി വിളിച്ചിരുന്ന ഫാൻസി നമ്പറുകളിൽ ഒന്ന് നാദിർ ഷായുടേതെന്ന് പോലീസിന് വിവരം കിട്ടി. വിവരങ്ങളുമായി ഉമേഷ് ചേർന്നുണ്ട്. ഉമേഷ്, വളരെ നിർണായകമായ വിവരങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, നടിയെ ആക്രമിക്കപ്പെട്ട കേസ് അതിൻ്റെ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ പറഞ്ഞു കേട്ട ആരോപണ വിധേയരായവർക്കെതിരെ ഉള്ള തെളിവുകൾ കൂടുതൽ ശക്തമായി വരുന്നു. അതിലൊരു ഉദാഹരണമാണ് ഇപ്പോൾ പോലീസ് ശേഖരിച്ചിരിക്കുന്ന ഈ തെളിവുകൾ. പൾസർ സുനിയുടെ ഫോൺ രേഖകളാണ് പോലീസ് പ്രധാനമായും പരിശോധിച്ചത്. ഈ നടി ആക്രമിക്കപ്പെടുന്നതിന് മുൻപുള്ളതും അതിനുശേഷവുമുള്ള മാസങ്ങളിലെ ഫോൺ രേഖകളാണ് പോലീസ് പരിശോധിച്ചത്. അത് കൃത്യമായി പറഞ്ഞാൽ നവംബർ 23 മുതൽ ഏപ്രിൽ പകുതി വരെയുള്ള പൾസർ സുനിയുടെ ഫോൺ രേഖകൾ പോലീസ് പരിശോധിച്ചു. ഇതിൽ അസ്വാഭാവികമായ നിരവധി കോളുകൾ ഉള്ളതായി കണ്ടെത്തി. ഏകദേശം 26 കോളുകൾ പൾസർ സുനി ഇത്തരത്തിൽ ദുരൂഹമായി വിളിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില 4 നമ്പറുകളിലേക്ക് പൾസർ സുനി അസാധാരണമാം വണ്ണം വിളിച്ചു എന്നുള്ളതാണ് പോലീസിന് വ്യക്തമായിരിക്കുന്നത്. ഈ നമ്പറുകളിൽ നിന്ന്, ഈ പൾസർ സുനി വിളിച്ച ഈ 4 നമ്പറുകളിൽ ചിലതിൽ നിന്ന് ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയിലേക്ക് കോൾ പോയിട്ടുണ്ട്. അപ്പുണ്ണിയുടെ നമ്പറിൽ നിന്ന് തിരിച്ചും ഈ നമ്പറിലേക്ക് ഫോൺ വിളി വന്നിട്ടുണ്ട്. ഈ നമ്പറുകളിൽ നിന്ന് തന്നെ നാദിർ ഷയിലേക്കും ഫോൺ കോളുകൾ പോയിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, അപ്പുണ്ണിയിലേക്ക് ഫോൺ പോയിട്ടുണ്ട് എന്നുള്ളതിന്റെ വിവരങ്ങൾ കിട്ടി. അത് ദിലീപ് തന്നെയാണ് തൻ്റെ ഫോണിൽ നിന്ന് സംസാരിച്ചത് എന്ന് അപ്പുണ്ണിയും പോലീസിന് മൊഴി നൽകിയതായി ഒരു സൂചനയും പുറത്തു വരുന്നുണ്ട്. ഇതുകൂടാതെ പൾസർ സുനി ഈ 4 നമ്പർ കൂടാതെ മറ്റു ചില ഫാൻസി നമ്പറിലേക്കും നിരന്തരം വിളിച്ചിട്ടുള്ള വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് നാദിർ ഷയാണ് എന്ന കാര്യവും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ അതിശക്തമായ പ്രധാനപ്പെട്ട തെളിവുകളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം തുടർന്ന് മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ ഇവരുമായി ബന്ധം തെളിയിക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, ഈ ആരോപണ വിധേയരായവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. കാരണം ഏത് നിമിഷവും ഒരു അറസ്റ്റ് ഉണ്ടായേക്കാം എന്ന പ്രതീതി മണിക്കൂറുകളായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഈ ആരോപണ വിധേയരായവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായുള്ള വിവരവും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും ഈ കേസ് അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലൂടെയാണ് പോലീസ് കടന്നു പോകുന്നത്. അവിടെയാണ് ഉമേഷ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ചില തെളിവുകളും ഇതോട് ചേർത്ത് വെക്കേണ്ടത് തന്നെയാണ്. ആവർത്തിച്ച് ദിലീപും ചോദ്യം ചെയ്യലിൽ പറഞ്ഞത് പൾസർ സുനിയെ നാളെ അറിയുക പോലും ഇല്ല എന്നാണ്. ആ ഘട്ടത്തിലാണ് ഈ ലൊക്കേഷനിൽ ചെന്ന് കണ്ട വിവരമൊക്കെ പോലീസ് കൃത്യമായി തന്നെ മുൻപോട്ട് വയ്ക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ സുപ്രധാനമായി ഉള്ളത്, നടി ആക്രമിക്കപ്പെടുന്നതിന് തൊട്ടു മുൻപ് നിരന്തരമായി കോളുകൾ പോയിരുന്നു. ഒരുപക്ഷെ സുനി തന്നെയാണ് കൃത്യം ചെയ്തിരുന്നത് എങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഫോൺ കോളിന്റെ ആവശ്യമില്ലായിരുന്നു, തുടർച്ചയായി ഈ കോള് ഫോൺ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അവിടെയാണ് സുനി നടിയോട് തന്നെ പറഞ്ഞിട്ടുള്ള കൊട്ടേഷൻ എന്ന വിഷയവും പിന്നീട് അന്വേഷണ സംഘത്തിന് മുൻപാകെ വെളിപ്പെടുത്തിയിട്ടുള്ള കൊട്ടേഷൻ എന്ന വിഷയങ്ങളും ഒപ്പം ആ ലെറ്ററിൽ പറഞ്ഞിട്ടുള്ള ദിലീപുമായുള്ള അടുത്ത ബന്ധം അടക്കം പറഞ്ഞിട്ടുള്ള സൂചനകളുള്ള കാര്യങ്ങളും ഒക്കെ തന്നെയും ചേർത്ത് വെക്കേണ്ടത്. അങ്ങനെയല്ലേ ഈ ഒരു ഘട്ടത്തിൽ ഉമേഷ്? തീർച്ചയായും ഈ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഈ കൃത്യത്തിൽ നടിയെ ആക്രമിച്ച ആ സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്തവരും നേരിട്ട് ബന്ധമുള്ളവരുമായ 7 പേരെയാണ്, പൾസർ സുനി അടക്കം 7 പേരെയാണ് പോലീസ് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്തത്. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ കൊട്ടേഷനാണ് എന്ന മൊഴി, പൾസർ സുനിയുടെ മൊഴി കൂടാതെ പൾസർ സുനിയുടെ സഹതടവുകാരുടെ വെളിപ്പെടുത്തലൊക്കെ വരുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത് സംബന്ധിച്ച ഗൂഢാലോചന പോലീസ് അന്വേഷിക്കുന്നത്. നേരത്തെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കും എന്ന് കുറ്റപത്രത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഈ ഒരു തുടരന്വേഷണം പോലീസ് നടത്തിയത്. ഈ അന്വേഷണത്തിലാണ്
പ്രധാനമായും പൾസർ സുനിയുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. ഇതുകൂടാതെ ഈ അന്വേഷണ വേളയിൽ ഈ തുടരന്വേഷണ വേളയിൽ ദിലീപിന്റെയും നാദർഷയുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. ദിലീപിനെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടം തന്നെ ഉണ്ടായി. ഈ ചോദ്യം ചെയ്യൽ 13 മണിക്കൂർ നീണ്ടുനിന്നു. ഇത് നീളാൻ തന്നെ കാരണം ഈ ദിലീപ് മൊഴികളിൽ ചില വൈരുദ്ധ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അന്ന് തന്നെ ഇത് നീണ്ടുപോയത് എന്ന് പറയുകയുണ്ടായി. മാത്രമല്ല, ഈ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ദിലീപ് ഇപ്പോഴും സംശയത്തിന് അതീതനാണ് എന്ന് SP പറഞ്ഞിട്ടുമില്ല. കാരണം ഇപ്പോഴും ക്ലീൻ ചിറ്റ് നൽകാറായിട്ടില്ല എന്ന സൂചനയാണ് SP പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കേന്ദ്രീകരിച്ച് കൂടുതൽ തെളിവ് ശേഖരണവും മറ്റ് ഫോൺ കോൾ വിശദാംശങ്ങളും എല്ലാം പോലീസ് പരിശോധിച്ചത്. ഈ പരിശോധനയിലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വിവരം ലഭിച്ചിരിക്കുന്നത്. നടിയെ ആക്രമിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ 4 നമ്പറുകളിലേക്ക് നിരന്തരം ഫോൺ കോൾ പോയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ 4 നമ്പറുകളിൽ നിന്ന് ചില നമ്പറുകളിൽ നിന്ന് അപ്പുണ്ണിയിലേക്കും അപ്പുണ്ണി തിരിച്ചും വിളിച്ചതായും നാദർഷയിലേക്ക് കോൾ പോയതും ആയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റ് ചില ഫാൻസി നമ്പറിലേക്കും പൾസർ സുനി വിളിച്ചു. അതിലൊന്ന് നാദർഷയാണ് എന്നും മനസ്സിലായിട്ടുണ്ട്. അതിലുപരിയാണ് ഈ അപ്പുണ്ണിയിലേക്ക് ഫോൺ കോൾ പോയതായി കണ്ടെത്തി. അത് താനല്ല സംസാരിച്ചത്, ദിലീപ് തന്നെയാണ് സംസാരിച്ചതെന്ന് ദിലീപിന്റെ മാനേജറായ അപ്പുണ്ണിയും പോലീസിന് മൊഴി നൽകിയെന്നും സൂചനയുണ്ട്. ഇത്തരത്തിൽ ഈ ബന്ധം സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ ഏതാണ്ട് 3/4 ഭാഗവും പോലീസിന് കിട്ടിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ തെളിവുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ അവിടെയാണ് ഇവർ നൽകിയിട്ടുള്ള മൊഴികൾ തന്നെയാണ് പല ഘട്ടത്തിലും ഇവർക്ക് തന്നെ തിരിച്ചടിയായിട്ടുള്ളത് എന്ന് തന്നെ വേണ്ട മനസ്സിലാക്കാൻ. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചോദ്യം ചെയ്യലുകളിൽ ഉടനീളം പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ വളരെ സജീവമായി മുതിർന്ന താരങ്ങളുമായി അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് പൾസർ സുനി. അങ്ങനെ ഇരിക്കെ പൾസർ സുനിയെ അറിയില്ല എന്ന് പറഞ്ഞത് ഖണ്ഡിക്കുകയായിരുന്നു ഒരുപക്ഷെ പോലീസ് ആ ഒരു ചോദ്യം ചെയ്യൽ ഉടനീളം ചെയ്തത് എന്ന് തന്നെ വ്യക്തമാകുന്നില്ല. അവിടെയല്ലേ ഈ തെളിവുകളും ലൊക്കേഷനിൽ വെച്ച് കണ്ടു എന്നത് അടക്കമുള്ള തെളിവുകളൊക്കെ തന്നെയും സുപ്രധാനമായും ചോദ്യം ചെയ്യലിലേക്ക് വന്നത്. പിന്നീട് ഇപ്പോൾ ഈ ഫോൺ കോളുകളുമായി ബന്ധപ്പെട്ട അപ്പുണ്ണിയുടെ വെളിപ്പെടുത്തൽ അടക്കമുള്ള കാര്യങ്ങൾ കൂടി അതോട് ചേർത്ത് വെക്കുമ്പോൾ അങ്ങനെയാണ് സൗമ്യ. കാരണം ഈ പൾസർ സുനിയെ അറിയില്ല എന്ന് ദിലീപിനെ ചോദ്യം ചെയ്യുന്ന വേളയിൽ പറഞ്ഞത് തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. അത് ആ മൊഴി നൽകുന്ന വേളയിൽ തന്നെ പോലീസ് അക്കാര്യം പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഒരു ചിത്രം പുറത്തു വന്നത്. അത് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. ദിലീപിന്റെ ജോർജേട്ടൻ സ്പൂരം എന്ന സിനിമാ ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയതിന്റെ തെളിവുകളാണ് പുറത്തു വന്നത്. അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് പൾസർ സുനി നേരത്തെ ദിലീപിന് കൊടുത്തുവിട്ട കത്തിൽ സൗണ്ട് തോമ മുതൽ ജോർജേട്ടൻ സ്പൂരം വരെയുള്ള കാര്യങ്ങൾ പറയില്ല, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, ദിലീപേട്ടൻ സേഫാണ് എന്നെല്ലാം പരാമർശിച്ചിരുന്നു. അതേ ജോർജേട്ടൻ സ്പൂരത്തിന്റെ ലൊക്കേഷനിൽ ദിലീപ് സെൽഫി എടുത്തപ്പോൾ പുറകിൽ പൾസർ സുനി നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നേരത്തെ ദിലീപ് മൊഴി നൽകിയ കാര്യം വൈരുദ്ധ്യം പ്രകടമായിരിക്കുകയാണ് പോലീസിന്. അത്തരത്തിൽ പല കാര്യങ്ങളിലും ദിലീപിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പോലീസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉള്ളത്. എപ്പോൾ ചോദ്യം ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും ഉടൻ തന്നെ അതിലേക്ക് പോലീസ് കടക്കും. ആ ഒരു സാഹചര്യത്തിലാണ് ഇനി ഒരു പക്ഷേ ഒരു ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുകയാണെങ്കിൽ അത് അറസ്റ്റിലേക്ക് വഴിമാറും എന്ന സൂചനയുമുണ്ട്. അത് ഈ ആരോപണ വിധേയർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നു. ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ ഉമേഷ്, നമ്മൾ ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കിയ വെറും ഒരു കൊട്ടേഷൻ എന്നതിനപ്പുറത്തേക്കുള്ള ഒരു വ്യാപ്തി കൂടി ഈ കേസിന് വരികയല്ലേ? അതായത് പൾസർ സുനി തന്നെ പറയുന്നുണ്ട്, ഈ മറ്റ് അന്യഭാഷാ സിനിമകളിൽ അഭിനയിക്കുന്നതിൽ സജീവമായിരുന്നു ഈ നടി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൃത്യം നടത്താനുള്ള ഒരു സമയം കിട്ടിയില്ല. പിന്നീട് സ്വാഭാവികമായും പുതിയ ചിത്രത്തിന്, മലയാള ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി ഗോവയിൽ അടക്കം വന്നപ്പോൾ ഇതിനുള്ള ശ്രമങ്ങൾ നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതായത് വളരെ നാളുകൾ കൊണ്ട് പ്ലാൻ ചെയ്യുന്ന വളരെ സ്ക്രിപ്റ്റഡ് ആയ ഒരു കൊട്ടേഷൻ ആണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയല്ലേ? ഈ പറഞ്ഞതുപോലെ വലിയൊരു ഡെപ്ത്, കൂടുതൽ പേരുടെ ഇൻവോൾവ്മെന്റ്, കൂടുതൽ ഗൂഢാലോചനകൾ അടക്കം ഒരുപക്ഷെ ഈ കേസിലേക്ക് എഴുതി ചേർക്കപ്പെടുകയല്ലേ? സൗമ്യ, ഈ നടിയെ ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം ആ സംഭവം നടന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് ഒരു കൊട്ടേഷനാണ് എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. എന്നാൽ അപ്പോൾ അത് പൂർണ്ണമായും വിശ്വസിച്ചിരുന്നില്ല.
ആദ്യഘട്ടത്തിൽ ഈ കൃത്യത്തിൽ പങ്കെടുത്തവർ പൾസർ സുനി തന്നെയാണ് ഇത് നിർവഹിച്ചത് എന്ന രീതിയിലാണ് ആദ്യം കാര്യങ്ങൾ പോയത്. അപ്പോഴും പോലീസ് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഇതിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കും എന്ന കാര്യം കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. നമ്മൾ ആദ്യമേ കേട്ട നിരവധി ഗോസിപ്പുകൾ വരുന്നത് പോലെ ഇത് ഏതെങ്കിലും തരത്തിൽ പ്രമുഖനായ ഒരു നടന് ബന്ധമുണ്ട് എന്ന തരത്തിലെല്ലാം പല സോഷ്യൽ മീഡിയകളിലും മറ്റും പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നറിയാതെ അത്തരത്തിൽ ഏകപക്ഷീയമായി വാർത്തകൾ നൽകുന്നത് ഉചിതമല്ല എന്നും അന്ന് മാധ്യമങ്ങൾ സ്വീകരിച്ചിരുന്നു. പക്ഷേ പിന്നീടാണ് ഇതിൻ്റെ രീതി മാറുന്നത്. അന്വേഷണത്തിൽ ഇത് യാഥാർത്ഥ്യമാണ് എന്ന് തോന്നാവുന്ന തരത്തിലുള്ള തെളിവുകൾ സുമേഷ്, ഒരു വലിയ സുപ്രധാനമായ ഒരു വിഷയം കൂടി വരുന്നുണ്ട്. അതായത് നേരത്തെ തന്നെ പൾസർ സുനി ജയിലിൽ കഴിയുമ്പോൾ ഫോൺ ഉപയോഗിച്ചു എന്ന ഒരു കേസ് പോലും നിലനിൽക്കുന്നുണ്ട്. പൾസറിന്റെ കൈവശമുള്ള ഡോകോമോ നമ്പറിലേക്ക് നാദിർ ഷാ വിളിച്ചിരുന്നു എന്ന ഏറ്റവും പുതിയ ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ജയിലിൽ കഴിയുമ്പോൾ പോലും നാദിർ ഷാ കോൺടാക്ട് ചെയ്തിരുന്നു പൾസർ സുനിയെ എന്ന സൂചനകൾ കൂടി കൂടുതൽ വ്യക്തമായി ഈ കേസുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യങ്ങളെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള വ്യക്തമായ ഒരു തെളിവ് കൂടി പുറത്തു വരികയാണ്. ഉമേഷ്, തീർച്ചയായും അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഈ 4 നമ്പർ കൂടാതെ ഫാൻസി നമ്പറിൽ നിന്ന് വിളിച്ച കൂട്ടത്തിൽ നാദിർ ഷാ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമാകിയിരുന്നു. അത് നാദിർ ഷായുടെ നമ്പറിലേക്കാണ്. നാദിർ ഷാ തിരിച്ചും വിളിച്ചു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പോലീസ് പിടിയിലായതിനു ശേഷം വിളിച്ചിരുന്നു എന്ന വിവരം. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഏറ്റവും അവസാന നിമിഷങ്ങളിൽ പോലും ഇവർ തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന തെളിവാണ് ഇത്. ജയിലിൽ കഴിയുമ്പോൾ ഫോൺ ഉപയോഗിച്ചതിന് നിലവിൽ പൾസർ സുനിക്കെതിരെ കേസ് ഇൻഫോ പാർക്ക് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ നമ്പറിൽ നിന്ന് ആരൊക്കെ വിളിച്ചു എന്നുള്ളതാണ് അന്വേഷണ സംഘം പരിശോധിച്ചത്. അതിലൊന്ന് നാദിർ ഷായാണ് എന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ഈ കേസ് ഇത്രയും നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഇതിൽ ആരോപണ വിധേയനായവരുടെ കൂട്ടത്തിൽപ്പെടുന്ന ഏറ്റവും പ്രധാനിയായ നാദിർ ഷാ ഇതിലേക്ക് വിളിച്ചു എന്നുള്ള കാര്യം, പൾസർ സുനിയുമായി ബന്ധം പുലർത്തിയിരുന്നു എന്ന കാര്യം വ്യക്തമായിരിക്കുന്നു. ഇത് ഈ കേസ് അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും രണ്ടുപേരെയും, ദിലീപിനെയും നാദിർ ഷായെയും ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാനുള്ള തെളിവുകളെല്ലാം പോലീസിന് കിട്ടിക്കഴിഞ്ഞു. അത് ഏത് നിമിഷവും ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാവുകയാണെങ്കിൽ, കൂടുതൽ തെളിവുകൾ ഇവർക്ക് എതിരാവുകയാണെങ്കിൽ അറസ്റ്റിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. ഒരുപക്ഷെ ഉമേഷ്, നമുക്കറിയാം ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ ഈ വിഷയങ്ങളെ ട്വിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സമീപനമാണ് പൾസർ സുനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. നമുക്കറിയാം മെമ്മറി കാർഡ് കായലിൽ കളഞ്ഞു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ, അവിടെ പോയി തിരച്ചിൽ നടത്തിയ കാര്യങ്ങൾ, പിന്നെ കേസിലുണ്ടായിരുന്ന ഒരു സൈലൻസിന് ശേഷം ഇപ്പോഴുണ്ടായിരിക്കുന്ന വലിയ ഡെവലപ്മെന്റ്സ്, എങ്ങനെയാണ് ഇത് ദിലീപിലേക്കും നാദിർ ഷായിലേക്കും എത്തുന്നത്? ഒരുപക്ഷെ നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം പോലീസിന് മുൻപിലുള്ള വ്യക്തമായ തെളിവുകൾ എന്തൊക്കെയാണ്? സൗമ്യ, ആദ്യഘട്ടത്തിൽ പൾസർ സുനിയെ സംബന്ധിച്ച് വ്യക്തമായ ഇത് കൊട്ടേഷൻ ആണ് എന്ന് നടിയോട് പറഞ്ഞതായി ഒരു വിവരം ആദ്യം പുറത്തു വന്നിരുന്നു. പിന്നീട് ഇത് താൻ തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് എന്ന രീതിയിലായിരുന്നു പൾസർ സുനിയുടെ മൊഴി വന്നത്. ഈ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് കായലിൽ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു. പിന്നീട് അത് അഭിഭാഷകന് നൽകി എന്ന് പറയുകയുണ്ടായി. എന്നാൽ ഇതിൻ്റെ എല്ലാം ചിത്രം മാറുകയാണ്. ഈ സംഭവം കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമാണ് പോലീസ് പ്രധാനപ്പെട്ട രീതിയിൽ തുടരന്വേഷണം തുടങ്ങിയത്. കാരണം ഇതിലെ മറ്റൊരു ഘട്ടമാണ് ഈ കേസിൻ്റെ ഗൂഢാലോചന അന്വേഷിക്കുക എന്നുള്ളത്. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ കൃത്യത്തിൽ പങ്കെടുത്ത എല്ലാവരെയും പോലീസ് കണ്ടെത്തുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ തുടരന്വേഷണം എന്ന നിലയിൽ ഗൂഢാലോചനയാണ് പോലീസ് അന്വേഷിച്ചത്. ഗൂഢാലോചനയുടെ വേളയിലാണ് പ്രധാനപ്പെട്ട മൊഴികൾ പുറത്തു വന്നത്. പ്രത്യേകിച്ചും പൾസർ സുനിയുടെ സഹതടവുകാരായ ജിൻസൺ അടക്കമുള്ളവരുടെ മൊഴികൾ പുറത്തു വന്നത്. ഈ സംഭവത്തിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് പൾസർ സുനി കാക്കനാട് ജയിലിൽ ഒരുമിച്ച് കഴിവേ തന്നോട് പറഞ്ഞതായി ജിൻസൺ പറയുകയുണ്ടായി. ഇത് സിനിമാ മേഖലയിലുള്ളവർക്ക് ബന്ധമുള്ളതായും പൾസർ സുനി പറഞ്ഞതടക്കം പ്രധാനപ്പെട്ട വിവരങ്ങൾ മറ്റ് സഹതടവുകാരോട് പൾസർ സുനി പറഞ്ഞു എന്ന് ഈ ജിൻസൺ പറയുകയാണ്. ഇതേ തുടർന്ന് ജിൻസന്റെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു. പൾസർ സുനി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കോടതിയിൽ പറഞ്ഞതെന്ന് ജിൻസനും പറയുകയുണ്ടായി. ഇത്തരത്തിൽ സിനിമാ മേഖലയിലുള്ളവർക്കും അല്ലെങ്കിൽ ഈ നടനും സംവിധായകനും അടക്കമുള്ളവരുമായുള്ള ബന്ധം പറയുമ്പോൾ അത് സംബന്ധിച്ച വ്യക്തമായ തെളിവ് പോലീസിന് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ രീതിയിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിയത്.
ഇതോടൊപ്പം തന്നെ പൾസർ സുനിയുടെ ഒരു കത്ത് ദിലീപിന് കൊടുത്തുവിട്ട കത്തും പുറത്തു വരികയുണ്ടായി. അതിൽ പറയുന്ന കാര്യങ്ങളും പൾസർ സുനിയുടെ മൊഴിയിലുള്ള കാര്യങ്ങളിൽ ചിലത് താൻ ഈ സംഭവം നടന്നതിന് ശേഷം ഈ കാവ്യാമാധവന്റെ ഓൺലൈൻ വ്യാപാര കേന്ദ്രത്തിൽ ചെന്നിരുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് തുക കൈമാറിയതിന്റെ തുക തനിക്ക് 2 ലക്ഷം രൂപ ലഭിച്ചു, മെമ്മറി കാർഡ് അവിടെയാണ് കൊടുത്തതെന്നടക്കം പല മൊഴികളും പൾസർ സുനി പറയുകയുണ്ടായി. ഇതെല്ലാം പോലീസിനെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇതെല്ലാം വിശ്വസിക്കാൻ കഴിയുകയില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇതെല്ലാം വിശദമായി പരിശോധിക്കുകയുണ്ടായി. ഈ മെമ്മറി കാർഡ് പക്ഷേ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് എന്നുള്ളത് പോലീസ് ഇപ്പോഴും വ്യക്തത വരുത്തിയിട്ടില്ല. മറ്റൊരു കാര്യമുള്ളത്, ആ സമയത്ത് ഒരു 2 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നതായി പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഈ പറഞ്ഞ റിട്ടയർഡ് എസ് പി ശ്രീ ജോർജ് ജോസഫ് ചേർന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ഒരുപക്ഷെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽക്കേ തന്നെ താങ്കൾ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പക്ഷേ പൾസറിന്റെ ഒരു വെളിപ്പെടുത്തൽ വരുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ കൊട്ടേഷന്റെ ഒരു സ്വഭാവമൊക്കെ താങ്കൾ ഇതിൽ നിരീക്ഷിച്ച വ്യക്തിയാണ്. ആ ഒരു വിഷയത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള വിവരം, ഈ ഫോൺ കോളുകൾ പൾസർ സുനി നടി ആക്രമിക്കപ്പെടുന്നതിന് തൊട്ടു മുൻപ് വിളിച്ചിട്ടുള്ള ഫോൺ കോളുകളിൽ പലതും നാദൃഷയുടെ ഫോണിലേക്കും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അപ്പുണ്ണി ദിലീപിന്റെ മാനേജറുടെ ഫോണിലേക്കും അതിൽ വിളിച്ച് സംസാരിച്ചത് ദിലീപാണ് എന്ന് അപ്പുണ്ണി തന്നെ മൊഴി നൽകിയിരിക്കുന്നു. അതിനുശേഷം പൾസർ സുനി ജയിലിൽ കഴിയുമ്പോൾ നാദൃഷ പൾസർ സുനിയെ കോണ്ടാക്ട് ചെയ്തിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പുറത്തേക്ക് വരികയാണ്. ശ്രീ ജോർജ് ജോസഫ്, നല്ല ഒരു അന്വേഷണം ഞാൻ ഇപ്പം പല ചാനലിലും പറഞ്ഞു, അന്വേഷണം കറക്റ്റ് ട്രാക്കിൽ തന്നെ പോകുന്നു. അത് എന്തായാലും അത് നല്ലൊരു ലക്ഷണം തന്നെയാണ്. ഗവൺമെന്റ് DGPക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തു. ഏത് ഉന്നതനായാലും ശരി, ഏത് മഹാനടനായാലും ശരി, ഈ കേസിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള നടപടി എടുക്കണമെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. DGP ബെഹ്റയുടെ ഈ അടുത്ത 2 ദിവസത്തെ സ്റ്റേറ്റ്മെന്റിൽ നമുക്കതാണ് അദ്ദേഹം ചാർജ് എടുത്ത ശേഷം മനസ്സിലാകുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ ഫോൺ കോൾ നമ്മൾ നേരത്തെ അറിയാം, ഈ ഫോൺ കോള് 4 എണ്ണം നല്ല ഒരു വൈറ്റൽ എവിഡൻസ് ആണ്. അപ്പം ഈ സംഭവത്തിന് തൊട്ടും മുമ്പും അതിന് ശേഷമുള്ള 10 ദിവസത്തെ ഫോൺ കോളാണ് പോലീസ് എടുത്തിരിക്കുന്നത്. 2 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അത് നല്ലൊരു പീസ് ഓഫ് എവിഡൻസ് ആണ്. അതുകൂടാതെ ഈ ജയിലില് ഈ ലെറ്റർ അയച്ച ശേഷം ഒരു 45,000 വന്നിട്ടുണ്ട് അമ്മയുടെ അക്കൗണ്ടില്. അപ്പൊ അത് കൂട്ടി വായിക്കേണ്ടി വരും നമ്മള്. അപ്പൊ ഇതിൻ്റെ അകത്ത് പൊതുവെ ഈ എവിഡൻസ് പതുക്കെ മുകളിലോട്ട് ഗ്രാഫ് പോലെ കയറുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഈ പോലീസിനെ നമ്മൾ അവിശ്വസിക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പോലീസിന് അതൊന്നും സപ്രസ് ചെയ്യാനൊന്നും പറ്റൂല. ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് പതുക്കെ ആണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ തന്നെ വേണം. ഇതിനെപ്പറ്റി ഒന്നും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോ DGPയോ പറയാൻ തയ്യാറാകുന്നില്ല. നല്ല കാര്യമാണ്. കാരണം കൗണ്ടർ എവിഡൻസ് സസ്പെക്ടുകൾ ഉണ്ടാക്കും. അപ്പൊ വേറൊരു കാര്യമുണ്ട്, കൗണ്ടർ എവിഡൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പല അറ്റംപ്റ്റ് ഞാനിപ്പോ ഇതിനകത്ത് കാണുന്നുണ്ട്. കാരണം ഫെനി ബാലകൃഷ്ണന്റെ അടുത്ത് ആരോ പറഞ്ഞു പൾസർ സുനിയുടെ കൂടെയുള്ള ഒരാള് മഞ്ജു വാര്യരെയും വിക്ടീമിന്റെയും പേര് ചേർക്കണം, റീമ കല്ലിങ്കന്റെയും പേര് പറയണമെന്ന് പറയുന്നത് അതൊരു ഫാബ്രിക്കേഷൻ ഓഫ് എവിഡൻസ് ആണ്. അത് കുറ്റകരമാണ്. അത് ആരാണ് പൾസർ സുനിയുടെ കൂടെ വന്നത്, അങ്ങേര് പറഞ്ഞത് ആരെ ഉദ്ദേശിച്ചാണെന്നുള്ള ക്ലിയറായി. അപ്പൊ അതുകൊണ്ട് ഇനി ഇതിനകത്ത് ഞാൻ നോക്കുന്നത് 228A നമ്മൾ കണ്ടു ഇതേപ്പറ്റി നടിയെ മോശമായി ചിത്രീകരിച്ചതെല്ലാം പ്രതി ആയേ പറ്റുള്ളൂ. 2 വർഷമാണ് അതിന് തടവ്. ഇനി ഇതാ ഞാൻ പറയുന്നു, 177, 179, 182 IPC ഇന്ത്യൻ പീനൽ കോഡിൽ വകുപ്പ് കിടപ്പുണ്ട്. അതിനകത്ത് കള്ളമായിട്ട് എവിഡൻസ് ആരെങ്കിലും പറഞ്ഞാൽ അത് കുറ്റകരമാണ്. അത് മഹാനടന്മാര് സൈലന്റ് ആയിട്ടിരുന്നാൽ അത് കുറ്റകരമാണ്. അവരുടെ കൂടെയുള്ള ഒരു കുട്ടിക്ക് ഈ ഇത് ഉണ്ടായിട്ട് എന്തുകൊണ്ട് അവർ പ്രതികരിക്കുന്നില്ല, മിണ്ടുക? ആ സൈലൻസിന് അർത്ഥമുണ്ട്. പോലീസ് അവരെ ക്വസ്റ്റ്യൻ ചെയ്യണം. ആ അമ്മയുടെ മുഴുവൻ ഭാരവാഹികളെയും അന്ന് അവിടെ ആക്രോശിച്ചവരും അന്ന് സൈലന്റ് ആയിട്ട് ഇരുന്നവരും അവരെല്ലാം പോലീസ് വിളിച്ചു വരുത്തി. അതൊരു ആ സ്റ്റേജിലിരുന്ന മുഴുവൻ ആൾക്കാരും വേണം. കാരണം അത് ഈ കേസിന്റെ മുന്നോട്ടുള്ള അന്വേഷണത്തിൽ ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ അത് നമ്മൾ നോക്കണം. ഹലോ, എന്തുകൊണ്ട് സൈലന്റ് ആയി എന്നത് പോലും പ്രധാനമാണ്. അത് കാരണം ഇത് ഞാൻ പറയാം, ഫോൾസ് എവിഡൻസ് ഒരു കാര്യം അറിയാവുന്ന ഒരു വിവരം അറിയാവുന്നത് എത്ര ഉന്നതനായാലും ശരി അത് പോലീസിൽ പറയാൻ ബാധ്യസ്ഥരാണ്. അവരുടെ കൂടെയുള്ള ഒരു നടിയാണ് ഈ വിക്ടിം.
അപ്പം പറയാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെയാണ് നിയമം പറയുന്നത്. അത് 177, 179, 182 കൃത്യം പറഞ്ഞിട്ടുണ്ട്. 6 മാസം തടവും പറയുന്നുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് അവര് സൈലന്റ് ആയിട്ടിരുന്ന് വലിയ ആശാൻ കളിക്കരുത് ആരും ഇരുന്ന്. അത് പോലീസിന് അതിനത് മറുപടി ഉണ്ട്. നമുക്ക് നോക്കാം. പോലീസ് ഈ ഒരു വകുപ്പുകളുടെ ഈ കൃത്യമായി പോലീസ് നോക്കണം, എങ്കിലേ അന്വേഷണം കറക്റ്റ് ആവുള്ളൂ. ഒരുപക്ഷെ ഇവിടെ കുറ്റവാളികൾക്ക് സംഭവിച്ചത് ഇപ്പൊ കൊട്ടേഷൻ കൊടുത്തത് ആരായാലും ഈ വ്യക്തമായ തെളിവുകൾ ഇല്ലാതാക്കി മുൻപോട്ട് പോകാനുള്ള ഒരു ബുദ്ധി കാണിച്ചില്ല. ഒരുപക്ഷെ ഈ ഫോൺ നമ്പറുകൾ പോലും വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണ സംഘത്തിന് അത് ട്രേസ് ചെയ്തെടുക്കാവുന്നതാണ്. ഫോൺ നമ്പറും ഫോൺ കോൾസും ഒക്കെ അതിൽ പോലും കാണിച്ച ഒരു അശ്രദ്ധയാണ് ഇപ്പോൾ ഇങ്ങനെ വലിയൊരു വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അല്ല, നമുക്ക് വേറൊരു കാര്യമുണ്ട്. പൾസസിനെ പോലെ ഒരു ഹാർഡ് ആൻഡ് ക്രിമിനൽ അവന്റെ കൊട്ടേഷൻ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ സൈലന്റ് ആയി. അവൻ അതിന്റെ ഒറിജിനൽ ഇന്ന് വരെ കൊടുത്തിട്ടില്ല. അപ്പൊ അതൊന്ന്. രണ്ടാമത്, ആ ലെറ്ററിനകത്ത് നമ്മൾ നോക്കി എന്ത് ക്ലെവറായിട്ടാണ് പൾസർ സുനി ആ ലെറ്റർ എഴുതിയിരിക്കുന്നത്. ആ സൗണ്ട് ഫോമ മുതൽ ജോർജേട്ടൻ പൂരം വരെയുള്ള കാര്യം ഓർമ്മയുണ്ടല്ലോ. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെ 1.5 കോടി രൂപ ഞാൻ കൊട്ടേഷൻ എന്നിട്ട് പൈസ തന്നില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ ഇവിടെയുള്ള കുത്ത് അതിപ്പം തൃശ്ശൂര് അവിടെ ഇവർ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോ വന്നു. അപ്പം സിനിമാക്കാരുടെ പുറകെ നമ്മളെല്ലാം നടക്കും. പക്ഷേ സിനിമാക്കാർ ഇത്രയും വലിയ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സിനിമാക്കാരെ സപ്പോർട്ട് ചെയ്യരുത്. നമ്മുടെ സ്വന്തം പേരൻസ് ആയാലും സഹോദരങ്ങളായാലും സപ്പോർട്ട് ചെയ്യരുത്. നമ്മൾ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കുഴി ചാടും. അതാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ മഹാനടന്മാരും അവരോട് ഒപ്പം നിൽക്കുന്നവരെന്ത് മനസ്സിലാക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലീസ് അവർക്കൊക്കെ ഒരു പാഠമാകട്ടെ. ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ ഈ കേസ് മാത്രമല്ല, ഇവിടെ താങ്കൾ സൂചിപ്പിച്ചു പോലെ താങ്കൾ ആദ്യം തൊട്ടേ തന്നെ ആ ലെറ്ററിലെ ആ ഒരു സംഭവം കോട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ സൗണ്ട് തോമ മുതൽ ജോർജ് സ്പൂരം വരെ ഉള്ള കാര്യങ്ങൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്തൊക്കെയോ ഇല്ലീഗലായി സംഭവിച്ചിട്ടുണ്ട്. മറ്റു പല കാര്യങ്ങളും മറച്ചുവെക്കപ്പെടുന്നുണ്ട്. ഈ ദിലീപുമായി കണക്ട് ചെയ്തുകൊണ്ട് പൾസർ സുനി എന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അല്ല, ദിലീപ് പറഞ്ഞല്ലോ, എനിക്ക് ഈ പൾസർ സുനിയെ അറിയില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അവിടെ അത് വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഈ കേസിലേക്ക്. അന്ന് ഞാൻ പറഞ്ഞു, അത് ആണെങ്കിൽ ദിലീപിന്റെ ഒപ്പം നമ്മൾ നിൽക്കും. കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, നമ്മൾ ഒപ്പം നിൽക്കും. പക്ഷെ തെറ്റിയാൽ ആ പടുകുഴിയിൽ ദിലീപ് വീഴുമെന്ന് അന്നേ പറഞ്ഞു. അതുപോലെ വീണിരിക്കുന്നു. അത് സാരമില്ല. പോലീസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും അന്വേഷണം എന്നാണ് എന്റെ വിശ്വാസം. കൊണ്ടുപോയില്ലേലും പേടിക്കാനില്ല. കേസ് ഡയറിയില് അത് ഇപ്പോഴത്തെ DGP നോക്കിയിട്ടുണ്ട്. കേസ് ഡയറിയില് ഇതിനകത്തുള്ള വിവരങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ CBI വരട്ടെ, അല്ലെ പൊതുജനങ്ങൾക്ക് നോക്കാനുള്ള അവസരമൊക്കെ വരും പിന്നീട്. അപ്പൊ അതുകൊണ്ട് ഇത്ര എവിഡൻസ് അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സപ്രസ് ചെയ്യാൻ ഒരു ഗവൺമെന്റിനോ ഒരു DGPക്കോ പറ്റില്ല. അവർ എവിഡൻസ് അനുസരിച്ച് മുന്നോട്ടേ പോകുള്ളൂ. എന്തായാലും ബെഹ്റ വന്ന് DGP ചാർജ് എടുത്ത ശേഷം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളെല്ലാം സസൂക്ഷ്മം പൊതുജനങ്ങളും നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യക്തമാകുന്നത് അദ്ദേഹത്തിന് നമുക്ക് അറസ്റ്റ് ചെയ്യാനൊന്നും ധൃതി വേണ്ട. അറസ്റ്റ് ചെയ്തില്ലേലും കുഴപ്പമില്ല. നമുക്ക് പോലീസിനെ അവരുടെ അന്വേഷണത്തിന് സഹായിക്കാം. അവർ മുന്നോട്ട് തെളിവിനാണ് പ്രാധാന്യം. അതുകൊണ്ട് അതിനുള്ള ആർക്കെങ്കിലും ഇതേപ്പറ്റി എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചാനലിൽ പറയോ പത്രത്തിൽ പറയോ നേരിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ സമീപിക്കുകയോ ചെയ്യണമെന്നാണ്. പല കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതായത് നമുക്കറിയാം, ഇപ്പൊ തന്നെ ജോർജ് സ്പൂരം എന്ന ലൊക്കേഷനിൽ ചെന്ന് കണ്ടു. അവിടെ ഈ പറഞ്ഞ പോലെ ലൊക്കേഷനുള്ളവർക്ക് പലതും പറയാനുണ്ടാകും. ഈ പൾസർ സുനി പലരുമായും അടുത്ത് സഹകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഒരുപക്ഷെ അവർക്കൊക്കെ പറയുന്ന താങ്കൾ പറഞ്ഞതുപോലെ ഇനി അമ്മയിൽ ഭാരവാഹികളായിട്ടുള്ള അല്ലെങ്കിൽ അമ്മയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ തന്നെയും പല കാര്യങ്ങളും പറയാനുണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി വരുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആവുക. അതെ, തീർച്ചയായിട്ടും. അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ഈ അമ്മയുടെ ഭാരവാഹികളെയും അന്ന് അവിടെ കൂടിയവരെ എല്ലാവരും ആവശ്യമുള്ളവരെല്ലാം ചോദ്യം ചെയ്യണം. നമുക്ക് പുതിയ പുതിയ വിവരങ്ങൾ പോലീസിന് കിട്ടും. അതുകൊണ്ട് ധൃതിയോ ഇക്കാര്യത്തിൽ പിടിക്കണ്ട. ദിലീപ്, നാദിർഷ, ഇന്നസെന്റ് ആണെങ്കിൽ അവരുടെ കൂടെ നമുക്ക് നിൽക്കാമെന്ന്. എന്തായാലും അവര് പറഞ്ഞല്ലോ, അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് സിനിമയിലുള്ള ആരോ കൊട്ടേഷൻ കൊടുത്തിട്ട് അവരുടെ പുറത്തോട്ട് ചാരുകയാണെന്ന്. അങ്ങനെ കേട്ടല്ലോ, അവര് പറഞ്ഞല്ലോ. നല്ല കാര്യം. ഏതായാലും കൊട്ടേഷൻ അല്ല എന്ന് ഇനി കേരളത്തിലുള്ള ഞാൻ ഈ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ അരിയാഹാരം കഴിക്കുന്നവരാരും അത് വിശ്വസിക്കത്തില്ല. ഇതൊരു കൊട്ടേഷൻ തന്നെയാണെന്നാണ് എല്ലാവരുടെയും മനസ്സിലിരിക്കുന്നത്. ഞാനും ആമുഖമായി അത് തുടക്കത്തിൽ അതാ പറഞ്ഞത്. നമുക്കാരോടും വ്യക്തിപരമായി സത്യസന്ധമായി അന്വേഷണം മുന്നോട്ട് പോകണം. അതിന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് തീർച്ചയായിട്ടും ഞാൻ വേറൊരു കാര്യങ്ങൾ, ഏത് DGP മേലുദ്യോഗസ്ഥനോ ശരി, ഈ കേസിലേക്ക് പ്രതികളെ ചോദ്യം ചെയ്താൽ
അവര് തീർച്ചയായിട്ടും ആ കേസിലെ ഡിഫൻസ് വിറ്റ്നസ് ആകും. കാരണം അവർക്ക് അതിനുള്ള റോളില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനാണ് സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തത്. ADGP സന്ധ്യ ഇതിനകത്ത് വളരെ 13 മണിക്കൂർ ചോദ്യം ചെയ്താൽ പ്രതിഭാഗം സാക്ഷിയായിട്ട് സന്ധ്യ വരും, ഉറപ്പ്. കാരണം എന്റെ ഒരു കേസിനകത്ത് അങ്ങനെ DGP കൃഷ്ണൻ നായർ വെള്ളം കുടിച്ചു. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയാത്ത പല കാര്യങ്ങളും ഇങ്ങനെ വിളമ്പും. ഞാൻ ഇന്ന പ്രതിയെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് അവർക്ക് വലിയൊരു ദൂഷ്യം ചെയ്യുന്ന കാര്യമാണ്. അന്വേഷണ ടീമൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പക്ഷെ ഒരാൾക്ക് മാത്രമേ അന്വേഷിക്കാൻ പറ്റുള്ളൂ. അതാണ് CRPC പറയുന്നത്. ഒരാളുടെ മനസ്സിൽ കൂടെ ഈ കാര്യങ്ങൾ കടന്നു പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് മേലുദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന ഡയറക്ഷൻ അനുസരിക്കണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് നിർബന്ധമൊന്നുമില്ല. നല്ല ഡയറക്ഷൻ ആണെങ്കിൽ സ്വീകരിക്കും, തള്ളിക്കളഞ്ഞ് തന്നെ മുന്നോട്ട് പോകുള്ളൂ. വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ് ഈ അവസരത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന്. നടി ആക്രമിക്കപ്പെട്ട കേസ് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ നിരവധി കാര്യങ്ങൾ തെളിവുകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതിലും കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഉണ്ട് എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിലേക്ക് തന്നെ വരാം. നടി ആക്രമിക്കപ്പെട്ട കേസ് അവസാന ഘട്ടത്തിലേക്ക്. നടിയെ ആക്രമിക്കുന്നതിന് മുൻപ് പൾസർ സുനി നിരന്തരം ബന്ധപ്പെട്ടിരുന്ന 4 നമ്പറുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. 4 നമ്പറുകളുമായി ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിക്ക് ബന്ധമുണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നു. പോലീസ് ഇക്കാര്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. തന്റെ നമ്പറിൽ നിന്ന് വിളിച്ചത് ദിലീപാണെന്ന് അപ്പുണ്ണി മൊഴി നൽകിയതായുള്ള സൂചനകളും വരുന്നുണ്ട്. പൾസർ സുനി നിരന്തരമായി വിളിച്ചിരുന്ന ഫാൻസി നമ്പറുകളിലൊന്ന് നാദിർ ഷായുടേതാണെന്നും പോലീസിന് വിവരം കിട്ടി. അതിനിടെ ജയിലിൽ കിടക്കുമ്പോൾ പൾസർ സുനി ജയിലിൽ കിടക്കുമ്പോൾ ഡോകോമോ നമ്പറിലേക്ക്, സുനിയുടെ കൈവശമുണ്ടായിരുന്ന ഡോകോമോ നമ്പറിലേക്ക് നാദിർ ഷാ വിളിച്ചിരുന്നു എന്നും അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ കിട്ടിയിരിക്കുന്നു. ഉമേഷ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. ഉമേഷ്, ഈ അവസാന ഘട്ടത്തിലേക്ക് കേസ് എത്തി നിൽക്കുന്നു എന്ന വ്യക്തമായ സൂചനകൾ നൽകുന്ന ഇപ്പോൾ ലഭിച്ചിട്ടുള്ള തെളിവുകൾ എങ്ങനെയാണ്? സൗമ്യ, ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഈ അന്വേഷണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ്. കാരണം ഈ സിനിമാ മേഖലയിലുള്ള ബന്ധം, പൾസർ സുനിയുടെ ബന്ധം കൂടുതൽ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ കേസുമായി, ഇതിൻ്റെ ഗൂഢാലോചനയുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെടുന്ന ചില തെളിവുകളാണ്, പ്രധാനപ്പെട്ട തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതാണ് ഈ പറയുന്ന ഫോൺ നമ്പറുകളിലേക്ക്, 4 നമ്പറുകളിലേക്ക് പൾസർ സുനി വിളിച്ചതായുള്ള വിവരം കിട്ടിയിരിക്കുന്നു. ഈ 4 നമ്പറുകളിൽ ചിലതിൽ നിന്ന് ദിലീപിൻ്റെ മാനേജർ അപ്പുണ്ണിയിലേക്കും അപ്പുണ്ണി തിരിച്ചും വിളിച്ചതായും വ്യക്തമായിരിക്കുന്നു. അതുകൂടാതെ നാദിർ ഷയെ വിളിച്ചും നാദിർ ഷ തിരിച്ചു വിളിച്ചതായും വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഈ അപ്പുണ്ണിയെ നമ്പറിലേക്ക് വിളിച്ചതായുള്ള വിവരമുണ്ട്. അത് താനല്ല സംസാരിച്ചത്, ദിലീപ് തന്നെയാണ് തൻ്റെ ഫോണിൽ നിന്ന് സംസാരിച്ചതെന്ന് അപ്പുണ്ണി മൊഴി നൽകിയതായും സൂചനകൾ പുറത്തു വരുന്നു. ഇത് കൂടാതെ ഈ 4 നമ്പർ കൂടാതെ പൾസർ സുനി മറ്റൊരു ഡോകോമോ നമ്പറിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചത് നാദിർ ഷയെയാണ് എന്നും വ്യക്തമായിരിക്കുന്നു. നാദിർ ഷ തിരിച്ചും വിളിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പൾസർ സുനി ജയിലിൽ കിടക്കുമ്പോഴാണ് നാദിർ ഷ വിളിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതായത് ഇത് തുടർന്നും പോരുകയായിരുന്നു, ഈ ഫോൺ വഴിയുള്ള ബന്ധം തുടരുകയായിരുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നുണ്ട്. ഇന്നലെ ചില സാഹചര്യങ്ങളുടെ തെളിവുകളായിരുന്നു എങ്കിൽ ഇന്നിപ്പോൾ കൃത്യമായ മറ്റു ചില തെളിവുകൾ കൂടി പുറത്തേക്ക് വരികയാണ്. ശ്രീ ബൈജു കൊട്ടാരക്കര, അതായത് തുടർച്ചയായി ഈ നടി ആക്രമിക്കപ്പെടുന്നതിന് മുൻപ് വിളിച്ചിരുന്ന നമ്പറുകൾ 26 കോളുകളാണ് സംശയാസ്പദമായി വിളിച്ചിട്ടുള്ളത്. ഇതിൽ 4 നമ്പറുകൾ ഇത് ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി വിളിച്ചിട്ടുണ്ട്. ആ വിളിച്ചത് താനല്ല, ദിലീപ് തന്നെയാണെന്ന് അപ്പുണ്ണി മൊഴി നൽകിയിരിക്കുന്നു. നാദിർ ഷാ ഈ ഫോൺ കോളിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതിനുശേഷവും ജയിലിൽ പൾസർ സുനി കിടക്കുമ്പോൾ ഫോൺ നമ്പറിലേക്ക് നാദിർ ഷാ വിളിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള തെളിവുകൾ, വളരെ നിർണായകമായ തെളിവുകൾ എത്തുകയാണ്, അന്വേഷണ സംഘത്തിന് മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ. ശ്രീ ബൈജു കൊട്ടാരക്കര, എന്തായാലും നമ്മൾ ആദ്യം തന്നെ ഇത് പറഞ്ഞു തുടങ്ങിയല്ലോ, ഇതൊരു വൻ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞിട്ട് ഇത് ഒതുങ്ങിപ്പോയ ഒരു കേസാണ്. ശരിക്കും ഇപ്പൊ രണ്ടാമത് അത് റീ ഓപ്പൺ ചെയ്ത് വന്ന സമയത്ത് ആ സമയത്ത് പോലും ഇത് വളരെയധികം പല സ്ഥലങ്ങളിൽ നിന്നും എന്തെല്ലാം പ്രഷറുകളായിരുന്നു ഓരോരോ സ്ഥലങ്ങളിലും. ഈ പ്രഷറുകളെല്ലാം അതിജീവിച്ച് കേരള പോലീസ് എന്തായാലും ഒരു നിർണായകമായ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കുക. ഇത് പോലീസിന് ഏറ്റവും വലിയൊരു, അവരെ തൊപ്പിയിലൊരു പൊന്തുപോലായിരിക്കും ഈ കേസ് വളരെ വ്യക്തമായി ഇത് കണ്ടുപിടിച്ചാൽ. ഇപ്പൊ ഈ ഫോൺ കോളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തോന്നുന്നത് ഇപ്പൊ അങ്ങനെ ഈ പറഞ്ഞ തെളിവുകൾ വ്യക്തമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പോലീസ് അതിന്റെ പിന്നാലെ പോയി ഇതിന്റെ പ്രതികൾ ആരാണെന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്നില്ല. പ്രതികൾ ആരാണെന്ന് പറയാൻ പറ്റുന്നില്ല. ഈ തെളിവുകളുണ്ട്,
എങ്കിലും നാദിർഷയുടെ ആണെങ്കിലും അപ്പുണ്ണിയുടെ ആണെങ്കിലും ദിലീപിന്റെ ആണെങ്കിലും തെളിവുകളുണ്ടെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്നില്ല പ്രതികളാണോ ഇവരാണോ എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് ആരാണ് ചെയ്തതെന്ന് പോലീസാണ് കണ്ടുപിടിക്കുന്നത്. തീർച്ചയായും ഒരുപക്ഷെ നമുക്ക് ഇപ്പോൾ വന്നിരുന്ന ഈ തെളിവുകൾ പ്രകാരം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ദിലീപാണോ നാദിർഷയാണോ കൊട്ടേഷൻ കൊടുത്തത് എന്നൊന്നുമല്ല. പക്ഷേ വളരെ വ്യക്തമായ സോളിൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഉണ്ട് എന്നുള്ളതാണ് കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഘട്ടത്തിൽ സുപ്രധാനം. തീർച്ചയായിട്ടും അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരാളെ ഒരു പ്രതിയെ അറിയില്ല, ഞാൻ അയാളെ കണ്ടിട്ടില്ല, ഞാൻ അയാളെ കേട്ടിട്ടില്ല എന്നൊക്കെ പറയുന്ന സ്ഥാനത്താണ് ഈ തെളിവുകൾ വരുന്നത്. ഞാൻ അയാളെ കണ്ടിട്ട് പോലുമില്ല എന്ന് ഞങ്ങൾ അന്നും പറഞ്ഞു. ഇത് കണ്ടിട്ട് പോലില്ല എന്നൊക്കെ പറഞ്ഞ വെറും മണ്ടത്തരമാണ് പറയുന്നത്. അവിടെയാണ് അന്വേഷണ സംഘത്തിന് സംശയം തോന്നുന്നത്. എങ്കിൽ മറച്ചു വെക്കാൻ എന്തൊക്കെയോ ഉണ്ടല്ലോ എന്നൊരു സംശയം. അതെ, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എവിടെയെല്ലാം നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ മുകേഷ് ഡ്രൈവർ ആയിരുന്നുണ്ട്, സുരേഷ് കുമാറിന്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നപ്പം സുരേഷ് കുമാർ പറഞ്ഞു ധോണി സഹായിക്കുന്ന ഡ്രൈവർ ആയിരുന്നു. എന്തോരം തെളിവുകൾ. അതേപോലെ ഈ കുട്ടി ആക്രമിക്കപ്പെട്ട സമയം ആ വീട്ടിലെത്തിയ ആദ്യം എത്തിയതാര PT തോമസ് MLA ആയിരുന്നു. ആൻഡ്രൂ ജോസഫ് ആയിരുന്നു. ആൻഡ്രൂ ജോസഫ് ആരെ വിളിച്ചു? PT തോമസിനെ വിളിച്ചു. അവർ രണ്ടുപേരും വന്നു കഴിഞ്ഞപ്പോ ആൻഡ്രൂ ജോസഫ് ആരെയാണ് വിളിക്കുന്നത്? ഈ പറഞ്ഞ പൾസർ സുനിയാണ് വിളിക്കുന്നത്. അപ്പൊ ആൻഡ്രൂ ജോസഫിന്റെ ഈ പൾസർ സുനിയുടെ നമ്പർ ഉണ്ട്. ഈ ഞാനൊന്നും എന്റെ ദിവസം ഒരു 10-100 ഡ്രൈവർമാരൊന്നും നമ്പറൊന്നും സൂക്ഷിക്കാറൊന്നുമില്ല. ഞാനും ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ ഓഫീസിലാണ് അവിടെ ഡ്രൈവർമാരുടെ എല്ലാം നമ്പർ ഉള്ളത്. അല്ലാതെ ഞാൻ എന്റെ പേഴ്സണൽ ഫോണിലൊന്നും ഇതുപോലെ ഈ ലോകത്തുള്ള നമ്പർ ഡ്രൈവർമാരുടെ നമ്പറുകളൊന്നും സൂക്ഷിച്ചുകൊണ്ട് നടക്കാറൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതൊരു വലിയ ഒരു മാഫിയ ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇത് വർഷങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിനിമയിൽ ഇത് ഉണ്ടെന്നുള്ളത്. പക്ഷെ എന്നിട്ടും ഇത് ആരും, ഞാൻ പറഞ്ഞില്ല, ഇത് സിനിമയിലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു കാണിച്ചതിനാണ് വിനയനെയും തിലകനെയും എന്നെയും ശ്രീ സുകുമാരനെയും പോലുള്ള ആളുകളെയൊക്കെ ഇവരെ വിലക്കി നിർത്തിയതും ഇവർ സിനിമയെ അകറ്റി നിർത്താൻ ശ്രമിച്ചതും ഒക്കെ അതാണ്. ഇത് എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതിനൊരു വ്യക്തത വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശ്രീ ബൈജു കൊട്ടാരക്കര, അതായത് ഇപ്പോൾ അമ്മയുടെ മീറ്റിംഗിന്റെ സമയത്ത് സംഭവിച്ച കാര്യങ്ങളായാലും സൈലൻസ് പോലും, നിശബ്ദമായി ഇരുന്നത് പോലും പല കാര്യങ്ങളിലും അതുപോലും കുറ്റകരമാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഇത്രയേറെ സജീവമായി സിനിമാ താരങ്ങൾക്കിടയിൽ നിൽക്കുകയും അവരുടെ പ്രീതി പറ്റുകയും അല്ലെങ്കിൽ അവരുടെ ഇടയിൽ സജീവമായി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന പൾസർ സുനിയെ അറിയില്ല എന്ന് പറഞ്ഞ ദിലീപ് ചെയ്തതുപോലെ തന്നെ തെറ്റാണ്. എന്തെങ്കിലുമൊക്കെ സൂചനകൾ, പ്രത്യേകിച്ച് ജോർജ് ഏട്ടൻ സ്ഫോടനത്തിന്റെ സമയത്ത് അവിടെ ചെന്നു എന്ന് പറയുന്നു, മറ്റു ചില കാര്യങ്ങൾ സൗണ്ട് തോമ മുതലുള്ള സമയത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന സൂചനകൾ പൾസറിന്റെ കത്തിൽ തന്നെയുണ്ട്. പൾസറുമായി റിലേറ്റഡ് ആയിട്ടുള്ള മൗനം പാലിക്കുന്നവർക്കെല്ലാം ഇതൊരവസരമാണ്. മുൻപോട്ട് വന്ന അന്വേഷണ സംഘത്തിന് മുൻപാകെ അല്ലെങ്കിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തി ഈ ക്രിമിനലിനെ കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി അവർക്ക് മുന്നിലുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, ഒരു വലിയ മാഫിയ സംഘത്തിന്റെ പിടിയിലാണ് മലയാള സിനിമ. അപ്പൊ അതിന്റെ കെട്ട് പൊട്ടിച്ച് വരാൻ വലിയ പാടാണ്. അതുകൊണ്ടാണ് ഈ മൗനം അവലംബിക്കുന്നതിന്റെ. ഇത് കോടികളുടെ ബിസിനസ് അല്ലേ. ഈ അടുത്ത കാലത്ത് ഈ കൈരളി പീപ്പിൾ ഉൾപ്പെടെ, കൈരളി ചാനൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവമുണ്ട്. ഒരു ലൊക്കേഷനില് കോടിക്കണക്കിന് രൂപ വിലയുള്ള ചില വണ്ടികൾ ഉപയോഗിച്ചപ്പോ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്ന സമയം തന്നെ കേരളത്തിൽ ഒരു വളരെ ഒരുപാട് സ്വർണ്ണ കള്ളക്കടത്ത് നടന്ന ഒരു ഫായിസ് എന്ന് പറഞ്ഞ ഒരാളെ കണ്ണൂരിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്തു. അത് സംബന്ധിച്ച് എല്ലാ ചാനലുകളും പത്രങ്ങളും ഒക്കെ ആ ലൊക്കേഷനെയും സിനിമയെയും കുറിച്ചൊക്കെ ചേർത്ത് വാർത്തകൾ കൊടുത്തതാണ്. ശൃംഗാരവേല എന്നായിരുന്നു സിനിമയുടെ പേര്. എന്നിട്ട് ആ അന്വേഷണം എവിടെ പോയി? ഇത് സിനിമയുടെ ഏതെങ്കിലും മേഖലകളിലേക്ക് അന്വേഷണം വന്നിട്ടില്ല. എന്തുകൊണ്ട് വന്നില്ല? അത് സ്വാധീനമുണ്ട് അതിനകത്ത്. ആ സ്വാധീനം വെച്ചുകൊണ്ടാണ്, ആ സിനിമ മേഖലയിലുള്ള സ്വാധീനം വെച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇത് മുക്കി വെക്കുന്നത്. ഇനിയും അന്വേഷിച്ചാൽ ഒരുപാട് ഉദാഹരണങ്ങൾ കിട്ടും. ഇവിടെ 2-3 സിനിമകൾ ചെയ്ത, 2-3 അല്ലെങ്കിൽ 4 സിനിമകൾ ചെയ്ത പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രൊഡ്യൂസേഴ്സ്. ഒരു സിനിമയ്ക്ക് 1 ലക്ഷം 1.5 ലക്ഷം ശമ്പളം മേടിക്കുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകൾ 3-4 സിനിമ കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് 8 കോടിയുടെയും 10 കോടിയുടെയും സിനിമയാണ്. ഈ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണ് വരുന്നത്? ഇത് അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെന്റും കേരള ഗവൺമെന്റും ഇവിടുത്തെ ഇൻകം ടാക്സാണ് അന്വേഷിക്കേണ്ടത്. തീർച്ചയായും ഇങ്ങനത്തുള്ള ഈ മാതിരിയുള്ള ഈ മാഫിയ സംഘത്തെ മലയാള സിനിമയിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കാതെ മലയാള സിനിമ ജന്മത്തിൽ രക്ഷപ്പെടൂല. ഒരുപക്ഷെ അങ്ങനെയുള്ള വിഷയങ്ങളുടെ, അങ്ങനെയുള്ള നടപടികളുടെ ഒരു തുടക്കം കൂടിയാകാനുള്ള എല്ലാ സാഹചര്യവും ഈ കേസുമായി ബന്ധപ്പെട്ടുമുണ്ട്. തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ടത് ഉണ്ടെന്നുള്ളതാണ് സത്യം. ഇവിടെ നടക്കുന്ന ലാൻഡ് ഡീലുകള്, സിനിമാക്കാരുടെ ലാൻഡ് ഡീലുകള്, ഇതേപോലെയുള്ള ഈ സിനിമയിലേക്ക് ഈ ക്യാഷ് കൊണ്ടുവരുന്നതുമായിട്ട് സംബന്ധിച്ചുള്ള ഈ കോടികളുടെ ഇടപാടുകള്, ഇത്തരം ക്രിമിനലുകൾ എങ്ങനെ ഇവിടെ കടന്നുകൂടുന്നു എന്നതടക്കമുള്ള വിഷയങ്ങൾ, പൾസർ സുനിയെ പോലെയുള്ള ക്രിമിനലുകൾ എങ്ങനെ ഇത്രയേറെ വലിയ ബന്ധമുണ്ടാക്കി നിലനിൽക്കുന്നു എന്നതും കൂടി.
ഞാൻ അതല്ലേ പറഞ്ഞത്, ഈ പൾസർ സുനിയുടെ കേസ് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ആദ്യം ജോണി സാഗരിക ഡ്രൈവറായിരുന്നു. അവിടുന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുരേഷേട്ടന്റെ ഒരു മേനക സുരേഷിന്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി. അത് മേനക സുരേഷിന്റെ ചാനലുകളോട് തുറന്നു പറഞ്ഞതാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മുകേഷ് പിന്നെ ഇദ്ദേഹത്തെ പിന്നെ എന്താ ഡ്രൈവറാക്കി വെക്കുന്നത്. 1.5 വർഷത്തോളം പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇത് ലൊക്കേഷനുകളിലാണ് പോയി വണ്ടി ഓടുന്നത്. ഇവരെല്ലാം ഓരോ സിനിമകൾ പോകുമ്പോ ഈ ലൊക്കേഷനുകളിലാണ് വണ്ടി ഓടുന്നത്. അപ്പൊ ഇവരെല്ലാം പരിചയക്കാരാണ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇയാള് ഈ പറയുന്ന 40ഓളം സിനിമകളെ കണ്ടാണ് ആ സമയത്ത് ഓടിയിരിക്കുന്നത് ഈ പൾസർ സുനി. അപ്പൊ ഈ സിനിമകളിലൊക്കെ ഇങ്ങനെ ഇവർക്ക് ഓടാൻ സഹായം ചെയ്ത് കൊടുത്ത ആരാ? ഇവിടെ ഫെഫ്ക എന്ന് പറഞ്ഞ സംഘടനയുണ്ട്, അവരുടെ ഡ്രൈവേഴ്സ് യൂണിയൻ ഉണ്ട്. ഡ്രൈവേഴ്സ് യൂണിയൻ ഇല്ലാത്ത ആൾക്കാരാണ് സിനിമയിൽ ഓടരുതെന്നാണ് പറയുന്നത്. എന്നിട്ട് എങ്ങനെ ഞങ്ങളുടെ മാക്സിമം ഉള്ള ഒരു ഡ്രൈവർ ഓടാൻ പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, തുറന്ന് ചോദിക്കാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ഡ്രൈവർമാരെ ഞങ്ങൾക്കുള്ളൂ. കാരണം ഞാൻ സംഘടനയെ പൊക്കി പറഞ്ഞത് ഒരു സംഘടനയെ കുറ്റം പറഞ്ഞതുമല്ല. ഇത് നിയന്ത്രിക്കേണ്ട സമയം നേരത്തെ തന്നെ കഴിഞ്ഞുപോയി. ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഈ ചില ആളുകളാണ് ഇവരുടെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടു നിന്ന് കൊടുക്കുന്നതും ഈ സുനിയെ പോലുള്ള ആളുകളാണ്. അതുകൊണ്ട് ഇവരെ തള്ളിക്കളയാൻ പറ്റില്ല. അവരുടെ എല്ലാ ഇടപാടുകൾക്കും എന്തെല്ലാം ഇടപാട് അവർ ചെയ്യുന്നുണ്ടോ അതിന്റെ എല്ലാം മൂല കാരണങ്ങൾ ഈ കൂടെ നിൽക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ടാണ് അവരെ തള്ളിക്കളയാൻ പറ്റാത്തതും അവർ ഇത്രയധികം സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതും ഏത് അസാൻമാർഗിക പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈ താരങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ഈ മുന്തിയ ടെക്നീഷ്യൻസോ ആര് പറഞ്ഞാലും ഇവർ ചെയ്യുന്നതിന്റെ മെയിൻ കാരണം ഇത് തന്നെയായിരിക്കും. ഇവരെല്ലാം സാമ്പത്തിക സ്രോതസ്സാണ്. ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ ഇനി പോകേണ്ട അടുത്ത ഘട്ടം അത് തന്നെയാണ്, സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കേസ് തെളിയുന്നതോടുകൂടി ശരിക്കും പറഞ്ഞാല് ഇത് ആര് പ്രതിയായിരുന്നാലും ശരി, ഇത് സിനിമാ മേഖലയിലുള്ള ആര് പ്രതിയായി ഈ കേസിൽ വന്നാലും ശരി, ഇതിന്റെ സാമ്പത്തിക സ്രോതസ് ഈ സിനിമാ മേഖലയിലുണ്ടാവുന്ന ഈ സിനിമാ മേഖലയിലുള്ള അസമത്വങ്ങൾക്കെല്ലാം കാരണം ഇത് തന്നെയാണ്. യാതൊരു സംശയമില്ല. ഈ സിനിമയിൽ ആൾക്കാരെ വിലക്ക് നിർത്തുന്നതും ഇവിടെ ഉപരോധം ഏർപ്പെടുത്തുന്നതും കേസിന് പോകേണ്ടി വരുന്നതും സമരം ചെയ്യേണ്ടി വരുന്നതും ഒക്കെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുടെ ഒരു എന്താ പറയാ ഒരു അവസ്ഥാവിശേഷമാണ്. വേറെ ഒന്നുമല്ല ഇതിനകത്ത്. വളരെ നന്ദി ശ്രീ ബൈജു കൊട്ടാരക്കര ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഞങ്ങളുടെ റിപ്പോർട്ടർ ഉമേഷിലേക്ക് ഒരിക്കൽ കൂടി പോകുകയാണ്. ഉമേഷ്, ഒരു പക്ഷേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വലിയ ചർച്ചകൾ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ തുറന്ന് കാണിക്കാൻ അത് തുറന്ന് കാണിക്കപ്പെടേണ്ടതാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവം കൂടിയായിരുന്നു ഇത്. ഒരുപക്ഷെ നമുക്കറിയാം അമ്മ മീറ്റിംഗുമായി ബന്ധപ്പെട്ട അതിനുശേഷം നടന്ന കാര്യങ്ങൾ നമുക്കറിയാം. അത്തരം വിഷയങ്ങളിലൊക്കെ തന്നെയും പല കാര്യങ്ങളും ഇപ്പോൾ പൾസർ സുനിയെ പോലെ ഉള്ളവർ എങ്ങനെ ഇത്ര സജീവമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു, ഇവിടെ സംഘടനയിൽ പോലും ഇല്ലാത്ത ആൾ, ആ വിധത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും ഒരുപക്ഷെ ഈ കേസിന്റെ ആരംഭം മുതൽക്കേ തന്നെയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയം അതുകൂടിയല്ലേ? സിനിമാ മേഖലയിൽ നിന്നുള്ള ഇത്തരം വിഷയങ്ങൾ കൂടി ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ സജീവമായ ജനങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാനിടയാക്കിയ ഒരു സംഭവമായി കൂടിയാകില്ലേ ഈ കേസ് വിലയിരുത്തപ്പെടുക? ഉമേഷ്, സൗമ്യ, ഈ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്ന ഘട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നുണ്ട്. ഈ പൾസർ സുനി ഈ ഫിലിം ലൊക്കേഷനുകളിൽ വരാൻ തുടങ്ങിയിട്ട് എത്ര നാളായി എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അത് ദിലീപിൻ്റെ സിനിമകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. 3-4 വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഉള്ള ദിലീപിൻ്റെ ചിത്രങ്ങളിൽ ഈ പൾസർ സുനി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസ് പരിശോധിച്ച് വരുന്നത്. അത് ഇതുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഈ പറയുന്ന ആരോപണ വിധേയർക്കുണ്ടോ എന്ന് വേണ്ടിയാണ് അത്തരത്തിലൊരു അന്വേഷണം പോലീസ് നടത്തുന്നത്. നേരത്തെ സൗമ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം സംഭവങ്ങൾ ഒരുപക്ഷെ ഇതുപോലെയുള്ള സമാന സംഭവങ്ങൾ പുറത്തു വരാതെ ഒതുങ്ങിപ്പോയ പല സംഭവങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. അപ്പോഴാണ് ഇത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം ഈ സിനിമാ മേഖലയിൽ നിന്ന് ഉയർന്നു വരുന്നത്. അതിൻ്റെ എല്ലാ രീതിയിലുള്ള അന്വേഷണം പുരോഗതി, വളരെ വ്യക്തമായ അന്വേഷണ പുരോഗതി ഉണ്ടെന്ന് DGP തന്നെ പറയുന്നു. അതിന് ഫുൾ സ്വിങ്ങിലാണ് എന്നാണ് അദ്ദേഹം ആ വാക്ക് ഉപയോഗിച്ചത്. ഇത്തരത്തിൽ പൾസർ സുനിയെ കേന്ദ്രീകരിച്ച് കൃത്യമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇത് ഇപ്പോൾ ഒടുവിലെത്തി നിൽക്കുന്നത്. ഈ സിനിമാ മേഖലയിലുള്ളവർക്ക് ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയിൽ ബന്ധം തെളിയിക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. ഇത് ഏറ്റവും ഗൗരവമായി തന്നെയാണ് സിനിമാ മേഖലയിലുള്ളവർ ഇപ്പോൾ കാണുന്നത്. ഏറെ ആശങ്കയിലാണ് സിനിമാ ലോകം
എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പ്രധാനപ്പെട്ട തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പറഞ്ഞതുപോലെ പൾസർ സുനി ജയിലിൽ കിടക്കുമ്പോൾ ഉൾപ്പെടെ നാദിർ ഷാ വിളിച്ചതിൻ്റെ തെളിവുകൾ, രേഖകൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. അത് 8 മിനിറ്റോളം ചില കോളുകൾ ഉണ്ട് എന്നുള്ളതും വ്യക്തമായിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ചോദ്യം ചെയ്യൽ എന്ന പുതിയ വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് പോലീസ് ഈ ഗൂഢാലോചന അന്വേഷിക്കുമ്പോൾ ഫോൺ രേഖകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത്. അതിൽ ഇത്ര കൃത്യമായ തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ 13 മണിക്കൂറോളം ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യലിൽ തന്നെ പരസ്പര വിരുദ്ധമായ മൊഴികളിൽ പല വൈരുദ്ധ്യവുമുള്ളതായി പോലീസിന് വ്യക്തമായിട്ടുണ്ട്. പൾസർ സുനിയെ അറിയില്ല എന്നതടക്കം ദിലീപ് പറഞ്ഞതും പിന്നീട് ഈ ചോദ്യം ചെയ്യലിന് ശേഷം അതിൻ്റെ ഫോട്ടോകൾ പോലീസിന് തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഇത്തരത്തിൽ കൃത്യമായ ഈ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ചില ബന്ധങ്ങൾ ഉള്ളതായ സ്ഥിരീകരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സൗമ്യ, അതായത് ഉമേഷ്, അത്തരത്തിൽ വളരെ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു. നമുക്കറിയാം, ഇത് അല്പം മുമ്പ് DGP സംസാരിക്കുമ്പോഴും പറഞ്ഞത് ഇത് പ്രമുഖരായ ആളുകളാണ്. ഇപ്പൊ ദിലീപ് ആയാലും നാദിർ ഷാ ആയാലും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന മറ്റു പേരുകളായാലും ഒക്കെ തന്നെയും പ്രമുഖരാണ്. പ്രത്യേകിച്ച് അറസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനം കൂടി ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമായിരുന്നു ഇത്തരത്തിലുള്ള തെളിവുകളിലേക്ക് പോകുന്നത് എന്നതും ഒരു സുപ്രധാനമാണ്. ഈ ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിൽ ഒരുപക്ഷെ നാദിർ ഷായിലേക്കായാലും ദിലീപിലേക്കായാലും കാര്യങ്ങൾ എത്തുന്നതിന്റെ കൊട്ടേഷൻ അവർ നൽകി എന്നതല്ല, ഒരുപക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ട് പൾസർ സുനിയുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് കോളുകൾ വിളിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി വ്യക്തമായി അന്വേഷണ സംഘത്തിന് മുൻപാകെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് അല്ലെ ചോദ്യം ചെയ്യലിലേക്ക് പോലും കാര്യങ്ങൾ പോയത് എന്നൊക്കെ പറയുമ്പോൾ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഒരുപക്ഷെ ഇതിലും കൂടുതൽ സോളിഡായ മറ്റെന്തൊക്കെയോ തെളിവുകൾ കൂടി ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് മുമ്പിലുണ്ട് എന്ന സൂചനകൾ കൂടിയില്ലേ ഉമേഷ്? തീർച്ചയായും ഈ കേസ് ഈ ആക്രമണത്തിൽ പങ്കെടുത്തവരെ കണ്ടെത്തുന്നതിനേക്കാൾ ശ്രമകരമാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തവരെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഗൂഢാലോചന തെളിയിക്കപ്പെടുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ് എന്ന് DGP നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് പോലീസ് വളരെ ശാസ്ത്രീയമായ രീതിയിൽ പഴുതടച്ച രീതിയിൽ അന്വേഷണം നടത്തിയത്. പ്രത്യേകിച്ചും ഈ ഫോൺ കോൾ രേഖകൾ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. ആ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഇത്രയും വളരെ കൃത്യമായ തെളിവുകൾ, ഈ ബന്ധം പൾസർ സുനിക്ക് ഇവരൊക്കെയായി ബന്ധമുണ്ടായിരുന്നതിൻ്റെ കൃത്യമായ തെളിവ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു 40%, 80% തെളിവുകൾ ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതാനും ചില തെളിവുകൾ കൂടി, ചില ശാസ്ത്രീയ തെളിവുകൾ കൂടി ലഭിച്ചാൽ മാത്രമേ ഇതിൽ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് പോലീസിന് കടക്കാനാവൂ. പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഈ ആരോപണ വിധേയരായ അല്ലെങ്കിൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നവർ ഉന്നതരാണ് അല്ലെങ്കിൽ അറിയപ്പെടുന്നവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എടുത്തു ചാടിയൊരു നടപടിയിലേക്ക് പോലീസിന് കടക്കാനാവില്ല. അത് അതിൻ്റെ ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ പഴുതടച്ച രീതിയിൽ കൃത്യമായ തെളിവുകളെല്ലാം ലഭിച്ചു എന്ന് 100% ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അത്തരമൊരു നടപടികളിലേക്ക് കടക്കൂ. ആ ഒരു നടപടിയിലേക്ക് കടക്കാൻ ഇനി അധിക നാളുകൾ ഇല്ല എന്നുള്ളതിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരുപക്ഷെ അവിടെയാണ് ഉമേഷ്, ചോദ്യം ചെയ്യലിൽ പൾസർ സുനി എന്നൊരു വ്യക്തിയെ അറിയുക പോലും ഇല്ല എന്ന് പറഞ്ഞ ദിലീപ്, ഒപ്പം നാദിർ ഷാ പൾസർ സുനി ജയിലിൽ കിടക്കുമ്പോൾ പോലും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഈ 2 വിഷയങ്ങളിലെ അന്തരമാകില്ലേ ഒരുപക്ഷെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം, ഈ കൊട്ടേഷനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ പ്രധാനമായും ഉള്ളത്? തീർച്ചയായും മൊഴികളിലെ വൈരുദ്ധ്യം തന്നെയാണ് പ്രധാനമായും പോലീസ് കാണുന്നത്. പൾസർ സുനിയെ അറിയില്ല എന്നതും മറ്റുമാണ് ഈ ചോദ്യം ചെയ്യവേ ആദ്യഘട്ടത്തിൽ ദിലീപിനെ 13 മണിക്കൂറോളം ദിലീപിനെയും നാദിർ ഷായും ചോദ്യം ചെയ്തപ്പോൾ ദിലീപ് വ്യക്തമാക്കിയത് പൾസർ സുനിയെ തനിക്ക് അറിയില്ല എന്നൊക്കെ തന്നെയായിരുന്നു ദിലീപ് പറഞ്ഞത്. എന്നാൽ ഈ ഫോട്ടോ പുറത്തു വന്നതോടുകൂടി അതെല്ലാം മാറിയിരിക്കുന്നു. അത്തരത്തിൽ ദിലീപിൻ്റെ മൊഴികളിൽ നിരവധി വൈരുദ്ധ്യം അന്ന് തന്നെ പോലീസിന് ഉണ്ടായിരുന്നു, സംശയം തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഈ മൊഴിയെടുക്കൽ നീണ്ടുപോയത് എന്നും പോലീസ് അത്തരത്തിലുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അതിലുപരിയായി ഫോൺ കോൾ രേഖകളാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി അവശേഷിക്കുന്നത്. ഇത് വളരെ വ്യക്തമായ ചില തെളിവുകളാണ്. ഇനി ചില ശാസ്ത്രീയ തെളിവുകൾ കൂടി ലഭിച്ചാൽ ഈ അന്വേഷണം അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തുകയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കുക എന്ന നടപടി മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്.
ഉമേഷ്, ഏതായാലും അത്തരം കാര്യങ്ങളിലേക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ DGP പറയുകയുണ്ടായി, അറസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇവർ ഉന്നതരാണ്, ഒരു പിഴവും വരുത്താതെ മുൻപോട്ട് പോകുക എന്നതാണ് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഇവിടെ പ്രധാനമായും ഉള്ളത്. പ്രത്യേകിച്ച് മാധ്യമങ്ങളടക്കം വളരെ ട്രേസ് ചെയ്യുന്ന ഒരു കേസ് കൂടിയാണ്. അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ശക്തമായ തെളിവുകൾ, ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിലും ശക്തമായ തെളിവുകൾ പോലീസിന് കൈവശം ഉണ്ടായേക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ ക്രോഡീകരിക്കുക, അത് എങ്ങനെയായിരുന്നു ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്നത് പൾസറിന്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ജിൻസന്റെ മൊഴിയെടുക്കൽ, അതിനുശേഷമുള്ള ഈ ചുരുങ്ങിയ ഒരു സമയത്തിൽ എത്രത്തോളം അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാനായി, എത്രത്തോളം പ്രയാസമായിരുന്നു, എത്രത്തോളം ശ്രമകരമായിരുന്നു അത്തരം തെളിവുകൾ ശേഖരിക്കൽ അടക്കം? ഉമേഷ്. സൗമ്യ, ഈ കേസിൽ ആദ്യം കുറ്റപത്രം സമർപ്പിക്കുന്ന വേളയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന അന്വേഷിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് തുടരന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ 7 പ്രതികളെയും വളരെ വേഗത്തിൽ തന്നെ പോലീസിനെ പിടികൂടാൻ കഴിഞ്ഞു. പിന്നീട് DGP സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഗൂഢാലോചന തെളിയിക്കുക എന്നത് ശ്രമകരമായ ഒരു കാര്യമാണ്. അത് ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ തെളിയിക്കപ്പെടാം, അല്ലെങ്കിൽ മാസങ്ങളോ എടുത്തേക്കാം എന്ന് DGP പറയുകയുണ്ടായി. അത് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനാവില്ല. എന്ത് തന്നെയായാലും ഈ കുറ്റപത്രം സമർപ്പിച്ച ആ നിമിഷം മുതൽ തന്നെ പോലീസ് ഇതിൻ്റെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു, തുടരന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഗൂഢാലോചന ആരൊക്കെ പങ്കെടുത്തു, ഏത് തരത്തിലായിരുന്നു ഗൂഢാലോചന എന്നുള്ളത് പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ജിൻസൻ്റേതടക്കം പൾസർ സുനിയുടെ സഹതടവുകാരുടെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലും മൊഴിയുമെല്ലാം പുറത്തു വരുന്നത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഫോൺ രേഖകൾ, പൾസർ സുനിയുടെ ഫോൺ രേഖകൾ പോലീസ് വിശദമായി പരിശോധിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ നവംബർ, അതായത് നടി ആക്രമിക്കപ്പെടുന്നതിന് 2-3 മാസം മുൻപ്, നവംബർ 23 മുതൽ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷമുള്ള മാസങ്ങൾ വരെയുള്ള ഫോൺ കോളുകളാണ് പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇതിൽ ചില നമ്പറുകളിലേക്ക് അസാധാരണമാം വണ്ണം കോളുകൾ പോയിട്ടുണ്ട് എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ആ നമ്പറുകളിൽ നിന്നാണ് 4 നമ്പർ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അത് ദുരൂഹമാണ് ഈ 4 നമ്പറുകളിലേക്കുള്ള വിളികൾ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ആരൊക്കെയാണ് വിളിച്ചത്, ആ 4 നമ്പറുകളിൽ നിന്ന് പോയ ഫോൺ കോളുകൾ പരിശോധിച്ചപ്പോഴാണ് ദിലീപിൻ്റെ മാനേജർ അപ്പുണ്ണിയിലേക്കും അപ്പുണ്ണി തിരിച്ചും വിളിച്ചതായുമുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. അതുകൂടാതെ നാദിർഷയെ വിളിച്ചതിൻ്റെ വിവരവും അതിലുണ്ട്. അതിനുപരിയായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അപ്പുണ്ണിയെ വിളിക്കുമ്പോൾ താനല്ല ഇത് ഫോണിൽ സംസാരിച്ചത്, അത് ദിലീപ് തന്നെ ആയിരുന്നു എന്ന് അപ്പുണ്ണിയും മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചിത്രം ഏതാണ്ട് പോലീസിന് ലഭിക്കുകയാണ്. ഇത്തരത്തിൽ ചിതറിക്കിടക്കുന്ന നിരവധി തെളിവുകൾ, ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചു. അത് ഇനി ഒരു ഓർഡറിലാക്കുക എന്നുള്ള നടപടി മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അത്തരത്തിൽ തെളിവുകളെല്ലാം ക്രോഡീകരിച്ച ശേഷം അടുത്ത നടപടികളിലേക്ക് പോലീസ്, അത് കടുത്ത നടപടി തന്നെയാവും എന്നും സൂചനയുണ്ട്.